ഹായ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലെത്തിയിട്ട് ഉള്ള പരിചരണങ്ങൾ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, റിക്കവറി കെയർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പലർക്കും അറിയാം, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു പരിചരണം കിട്ടി ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിലൊരു കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യാവസ്ഥ വളരെ പിന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്ട്രോക്ക് വന്ന രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. രണ്ടാമതായി നോക്കുന്നത് നമ്മൾ ഒരു ശസ്ത്രക്രിയ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ്ങിൽ വൂണ്ട് കെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ ചെയ്യിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ നോക്കുന്നത് സ്ട്രോക്ക് വന്ന രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് രോഗിയുടെ പൊസിഷനിങ്. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും രോഗിയുടെ പൊസിഷൻ മാറ്റി കിടത്തേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് സെൻറ്ററിലാക്കി കിടക്കുക, പിന്നെ ലെഫ്റ്റിലേക്ക്, അങ്ങനെ റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, അങ്ങനെ ഇടയ്ക്ക് 2 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ കൃത്യമായി രോഗിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഒരേ വശം വെച്ച് തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ആ ഭാഗത്ത് പൊട്ടൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബെഡ് സോറിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും സ്ട്രോക്ക് വന്ന രോഗിയെ വീട്ടിൽ നോക്കുമ്പോൾ കൃത്യമായി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് നോക്കേണ്ടതാണ് അവർക്ക്, അതായത് പില്ലോ വെച്ച് അവർക്ക് കൈകാലുകൾക്ക് നല്ല സപ്പോർട്ട് നൽകുക. അതായത് സോഫ്റ്റ് പില്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. ഏതൊക്കെ ഭാഗത്താണ് പില്ലോസ് വെക്കേണ്ടത് ആ ഭാഗത്ത് പില്ലോസ് വെച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഈ രോഗിയുടെ ചെറിയ രീതിയിലുള്ള, അതായത് ഇപ്പം നമ്മൾ അവർക്ക് എപ്പോഴും ഒരു സൈഡിലേക്ക്, പലരും ഇത് ശ്രദ്ധിച്ചിട്ടുള്ള രോഗികൾ ഒരു വശം വെച്ച് മാത്രം കിടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കിടത്താതെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കൃത്യമായി അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, സ്ട്രോക്ക് വന്ന രോഗിയുടെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ സംസാരം വീണ്ടെടുക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സംസാരവും ഓർമ്മയും. എപ്പോഴും രോഗിയോട് അവരോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. വളരെ പതുക്കെ സ്പീഡ് കുറച്ചിട്ടാണ് രോഗിയോട് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ വാക്യങ്ങളിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസിലാണ് സംസാരിക്കേണ്ടത്. ആദ്യത്തെ ദിവസങ്ങളിൽ രോഗിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ച് സംസാരിക്കാതിരിക്കരുത്. എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് രോഗിയുമായി വീട്ടിലുള്ളവർ സംസാരിക്കാൻ നിർബന്ധമായി ശ്രമിച്ചിരിക്കണം. സംസാരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ അതിൽ നിന്ന് ശ്രമം ഒരിക്കലും ഒഴിവാക്കരുത്. കൃത്യമായി അവരുടെ മുഖത്ത് നോക്കി, അതുപോലെ തന്നെ ചെറിയ സ്പീഡിൽ, അധികം വലിയ സ്പീഡിൽ സംസാരിച്ചാൽ അവർക്ക് ചിലപ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കുറച്ചിട്ട് അതുപോലെ തന്നെ ചെറിയ സെൻറ്റൻസുകളാക്കി സംസാരിക്കുക. നമ്മളിപ്പോൾ ഒരു വലിയ വാചകം പറഞ്ഞിട്ട് അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കാതെ ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ സെൻറ്റൻസുകളിലൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണ് സൗകര്യം അതനുസരിച്ച് നിർബന്ധമായി ഒരു 15 മിനിറ്റ് രോഗിയുമായി വീട്ടിലുള്ളവർ കൃത്യമായി സംസാരം വീണ്ടെടുക്കാൻ ഒരു നല്ല ശ്രമം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് നോക്കുന്നത് സ്ട്രോക്ക് വന്ന രോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ വളരെ സോഫ്റ്റായ ഭക്ഷണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അധികം കടിച്ചാൽ പൊട്ടാത്ത ഭക്ഷണം കൊടുക്കരുത്. വളരെ സോഫ്റ്റായ, മൃദുവായ, അവർക്ക് പെട്ടെന്ന് ചവച്ച് ഇറക്കാൻ പറ്റുന്ന, അതായത് സോഫ്റ്റായ ഭക്ഷണങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത്. അധികം കടിക്കണതും അധികം ഹാർഡായ ഒരു ഭക്ഷണങ്ങളും അവർക്ക് കൊടുക്കാതിരിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും കിടന്ന രീതിയിൽ വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ചാരി ഇരുത്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ബെഡ് പൊക്കി വെച്ചുകൊണ്ടോ അവരൊന്ന് ചെറിയ ഡിഗ്രിയിൽ ചാരി ഇരുത്തിക്കൊണ്ട് തല പൊക്കി വെച്ചുകൊണ്ട് മാത്രം വെള്ളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചുമ, ശ്വാസതടസ്സം അല്ലെങ്കിൽ നെഞ്ചുവേദന അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഈ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ സ്ട്രോക്ക് വന്ന രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീട്ടിൽ മുറിവ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മുറിവുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് വീട്ടിൽ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമേ തന്നെ നോക്കേണ്ടത് ഡോക്ടർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ച രീതിയിൽ മാത്രം വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുക. മറ്റു പലരും പല രീതിയിലും പറയുന്നുണ്ടായിരിക്കും. അതൊന്നും കേൾക്കാതെ എന്താണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് കൃത്യമായി അവർക്ക് വൂണ്ട് ഡ്രസ്സിങ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണോ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നത്, വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവരുടെ കൈ കൃത്യമായി സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നമ്മൾ വൂണ്ട് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നോക്കുക. അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്, ഇപ്പോൾ ഉണങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ അവസ്ഥ, ഇപ്പോൾ റെഡ് കളർ കൂടുതലുണ്ടോ, അങ്ങനത്തെ അവസ്ഥകൾ കൃത്യമായി നോക്കുക. അല്ലെങ്കിൽ മുറിവിൽ നിന്ന് അല്ലെങ്കിൽ പഴുപ്പുണ്ടോ, അല്ലെങ്കിൽ മുറിവ് കൂടുതൽ അതായത് വേർസനായ സിറ്റുവേഷനിലേക്കാണോ പോകുന്നത്, എല്ലാം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു മുറിവുള്ള പേഷ്യൻറ്റിന് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൂടുതലായി പനിയുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. പനി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എപ്പോഴും നമ്മൾ മുറിവ് നോക്കുമ്പോൾ മുറിവിൻ്റെ കളറ് നോക്കണം. അതുപോലെ തന്നെ പഴുപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർക്ക് പനി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിൽ മാത്രമാണ് വൂണ്ട് ഡ്രസ്സിങ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പലതും പറയും, അതനുസരിച്ച് ഒരിക്കലും വൂണ്ട് ഡ്രസ്സിങ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മുറിവുള്ള ഭാഗത്ത് അധികം സമ്മർദ്ദം നൽകരുത്. അധികം ടൈറ്റായി കെട്ടിവെക്കരുത്. അധികം പ്രഷർ വരുന്ന രീതിയിൽ ആ ഭാഗം ഒരിക്കലും വെക്കാതിരിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മുറിവ് ഡ്രസ്സിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയിൽ മുറിവിൽ നിന്ന് അധികമായി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, കൂടുതലായി ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് വീട്ടിൽ ചെയ്യാവുന്ന ഫിസിയോതെറാപ്പി എക്സസൈസുകൾ എന്തെല്ലാമാണ്. വളരെ ലളിതമായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വീട്ടിലുള്ള രോഗികൾക്ക് എങ്ങനെ ഒരു ചെറിയ രീതിയിൽ നല്ല ഫിസിയോതെറാപ്പി വ്യായാമം നൽകാം എന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ അവരുടെ കൈകാലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കൈയും അതുപോലെ തന്നെ കാലും. അത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ചെയ്യുക. രോഗി അതിനോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക, 10 മിനിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ സമയം കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു മൂവ്മെന്റ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, കാലുകൾ മടക്കുക. ഈ രീതിയിലുള്ള ഒരു ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്വാസം, അവരുടെ ബ്രീത്തിങ് എക്സസൈസുകൾ. നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറയുക. ഒരു 3-4 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസുകൾ അവരെ കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യിക്കാവുന്നതാണ്. അതിനും ഒരു 5-10 മിനിറ്റ് രോഗിയുടെ അവസ്ഥയ്ക്ക് ഉതകുന്നതാണെങ്കിൽ, അവർക്ക് അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാവും. എപ്പോഴും നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസുകൾ അവരുടെ റിക്കവറിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. അതായത് രോഗി ഇപ്പോൾ കിടപ്പിലാണ്, അപ്പോൾ എന്ന് വെച്ച് നമ്മൾ അവരെ ഒരു എക്സസൈസുകളും ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഈ ബെഡ് റിഡൻ കണ്ടീഷൻ കൂടുതൽ നീണ്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല ഇതാണ് ചെറിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എപ്പോഴും എക്സസൈസുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതും രോഗിക്ക് ചെയ്യിക്കേണ്ടതും. അതുപോലെ തന്നെ അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വാക്കറുടെ സപ്പോർട്ട് കൊണ്ട് ചെറിയ രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നടക്കാൻ പറ്റുമെങ്കിൽ ആദ്യം വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം വയ്ക്കുക. ക്രമേണ അത് കൂട്ടിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞ് വാക്കർ മാറ്റിക്കൊണ്ട് പിടിച്ച് നടത്താൻ ശ്രമിക്കുക. എപ്പോഴും അധികം ദൂരം ഒരിക്കലും ആദ്യം തന്നെ നടത്താതിരിക്കുക. അത് കൂടുതൽ സ്ട്രെയിൻ വരും. അപ്പോൾ എപ്പോഴും വളരെ കുറച്ച് ദൂരം മാത്രം ആദ്യം ഒരു 4-5 സ്റ്റെപ്പ് വയ്ക്കട്ടെ. പിറ്റേ ദിവസം അതിൽ 1-2 സ്റ്റെപ്പ് കൂട്ടുക. ആ രീതിയിൽ നമ്മൾ അവരെ നടത്തത്തിൻ്റെ ഒരു ഇത് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. എപ്പോഴും ആദ്യം വാക്കർ കൊടുക്കുക. വാക്കറിൽ പിടിച്ച് അവർ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് നല്ല രീതിയിൽ വാക്കറിൽ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പതുക്കെ 1-2 സ്റ്റെപ്പ് വാക്കർ ഇല്ലാതെ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ആദ്യം പറഞ്ഞത് അവർക്ക് എപ്പോഴും കൈകൾക്കും കാലുകൾക്കും നല്ല ഒരു മൂവ്മെന്റ് കൊടുക്കുക. രണ്ടാമത് ബ്രീത്തിങ് എക്സസൈസ്. മൂന്നാമത് പറഞ്ഞതാണ് വാക്കിംഗ്. അവരെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്യിക്കേണ്ടത്.
രോഗികൾക്ക് നല്ല രീതിയിലുള്ള വീട്ടിലെ പരിചരണം അവരുടെ സുഖപ്രാപ്തി വളരെ സ്പീഡിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരെ സ്നേഹത്തോടെയും കരുതലോടെയുള്ള പരിചരണം കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂടുകയും അവരെ രോഗത്തിൽ നിന്നും കൂടുതൽ റിക്കവറി എത്രയും പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം നേഴ്സിംഗ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബി ബ്രി കെയർ.